വെല്ലുവിളിക്കുന്നു ഹുസൈൻ സലഫി മന്ത്രിച്ച് ക്യാഷ് വാങ്ങാം എന്ന് പറഞ്ഞ ക്ലിപ്പ് കൊണ്ടാ അല്ലെങ്കിൽ ഫുൾ വീഡിയോ കൊണ്ടാ അത് ഇട്ടുകൊണ്ടാ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. എന്തിനാ ഈ പച്ചക്കള്ളം പറയുന്നേ? റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം സഹാബിമാർ ഒരു പ്രദേശത്തേക്ക് ചെന്നു. അവിടെ പോയപ്പോ ആ നാട്ടുകാര് അവരെ സ്വീകരിച്ചില്ല, അവരെ അതിഥി മര്യാദ പോലും പാലിച്ചില്ല. അങ്ങനെ ആ സഹാബിമാര് ആ സ്ഥലത്ത് നിന്ന് മടങ്ങുമ്പോ അതാ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യന് വിഷം ബാധിച്ചു. വിഷം ബാധിച്ചപ്പോ അവർ ഈ വന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രം അറിയുന്നവരുണ്ടോ? അപ്പൊ സഹാബിമാര് പറഞ്ഞു, ഞങ്ങൾക്ക് മന്ത്രമൊക്കെ അറിയാം, മന്ത്രിച്ച് തരാം, വിഷത്തിന് ഞങ്ങൾ മന്ത്രിക്കാം, പക്ഷേ വെറുതെ പറ്റൂല, നിങ്ങൾ ഞങ്ങളെ അനാദരിച്ചവരാണ്, അതുകൊണ്ട് കൂലി വേണം എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആടിനെ പ്രതിഫലമായി നിശ്ചയിച്ചു. അവരും ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ആ രോഗം സുഖപ്പെട്ടു. അങ്ങനെ അവർക്ക് ആട്ടിനെ കിട്ടി. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് വിവരം പറഞ്ഞു. നബിക്കും അതിൽ എന്നൊരു ഓഹരി നൽകി. നബി കേട്ടോ, ഞാനിവിടെ ആ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ ഇയാള് പറയുന്നു നമുക്ക് തർക്കം ഇല്ല, മന്ത്രിച്ചിട്ട് കൂലി വാങ്ങാം. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ പുസ്തകം അച്ചടിച്ചിട്ട് കൊല്ലം 4 ആയിട്ടുള്ളൂ മൗലവി. അതാ ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങളെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിലാ പറഞ്ഞ് മന്ത്രം ശിർക്കാണെന്ന്, ഉറുക്ക് ശിർക്കാണെന്ന്. അത് നിങ്ങൾ ഗുളികന്റെ കൂട്ടത്തിലാ പെടുത്തിയത്, ജിന്നിന്റെ കൂട്ടത്തിലാ പെടുത്തിയത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തില് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഓരോ നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞ് ഇവിടെ പറയുകയുണ്ടായി, തർക്കമില്ല, നമുക്ക് പ്രശ്നമില്ല, മന്ത്രിക്കാം, കൂലിവാകാം. ഇതാ ഞാൻ പറഞ്ഞത് അന്ത്യമാണിത് കേട്ടോ, നിങ്ങൾ ആശയത്തിന്റെ അന്ത്യമാണ് കേട്ടോ. ഇനി ഞാൻ കേൾപ്പിക്കാൻ